ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു 7 ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ പ്രാവശ്യത്തും പോലെ 7 ക്വസ്റ്റ്യനും എനിക്ക് കുട്ടികളുടെ ഡൗട്ട് ചോദിക്കുന്നതിൽ നിന്നും സ്ട്രൈക്ക് ചെയ്യുന്ന 7 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. 7 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതിൽ ചിലത് കുറച്ച് ലെങ്തി സോൾവിങ് മെത്തേഡൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ചിലത് പെട്ടെന്ന് കിട്ടും. എന്തായാലും ഇത് ഒരുപാട് ലെങ്തി ഉള്ളൊരു വീഡിയോ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന 7 ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഇനിയും നമ്മളിപ്പം ഈ 7 ക്വസ്റ്റ്യൻ കൊണ്ട് നിർത്തുകയല്ല. ഇതിനു മുമ്പ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ വീഡിയോ മീൻസ് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ തലേദിവസം വരെ ഒരുപക്ഷെ വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, സോ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. This is our first question. Let us start this video session by discussing this question. Find the largest number which divides 70 and 125, leaving remainder 5 and 8 respectively. Let me repeat the question. Find the largest number which divides 70 and 125, leaving റിമൈൻഡർ 5 and 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. നമ്മളൊരു ലാർജസ്റ്റ് പോസിബിൾ നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ കൊണ്ട് വിച്ച് ഡിവൈഡ് 70 and 125. അതായത് നിങ്ങളൊരു ലാർജസ്റ്റ്, ക്വസ്റ്റ്യൻ്റെ മീനിങ് നന്നായി മനസ്സിലാക്കുക. ഒരു ലാർജസ്റ്റ് പോസിബിൾ നമ്പർ നിങ്ങൾ കണ്ടെത്തണം. ആ നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്താലും ആ നമ്പർ കൊണ്ട് 125 ഡിവൈഡ് ചെയ്താലും, അതായത് ആ നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്താൽ നിങ്ങളൊരു ലാർജസ്റ്റ് പോസിബിൾ നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് റിമൈൻഡർ 5ഉം അതേ നമ്പർ കൊണ്ട് 125 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട റിമൈൻഡർ 8ഉം ആയിരിക്കണം. ഓക്കെ, ഒരു നമ്പർ കണ്ടുപിടിക്കണം. ഒരു സെയിം നമ്പർ, രണ്ട് കേസിലും ഒരേ സെയിം നമ്പറാണ്. ആ നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്താൽ 5ഉം 125 ഡിവൈഡ് ചെയ്താൽ 8ഉം റിമൈൻഡർ കിട്ടും. അങ്ങനെ ഒരു ലാർജസ്റ്റ് പോസിബിൾ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ടൈപ്പല്ല, ലീവിങ് സെയിം റിമൈൻഡർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു, 3 നമ്പേഴ്സൊക്കെ തന്നിട്ട്. അപ്പം നിങ്ങൾ ആ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും. ഒരു വീഡിയോയിലാണ് ഞാൻ ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ്റെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, 70 ഒരു നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടേണ്ടത്? 5 അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നൗ നമുക്ക് വേണ്ട നമ്പർ 70 and 125 അല്ലേ? സോ ഗിവൺ ക്യാൻ സ്റ്റാർട്ട് ദിസ് സൊല്യൂഷൻ ബൈ റൈറ്റിംഗ് എ സ്റ്റെപ്പ് ആസ് ഗിവൺ numbers 70 and 125. These are the two numbers given, which is given, no? 70 and 125 are the two numbers which is given. ഇനി ഒരു നമ്പർ കൊണ്ട് 70 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിമൈൻഡർ എത്രയാണ്? 5 അല്ലേ? ആ 5 ഈ 70യിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാം. സോ 70 - 5. ഈ 70 എന്ന് പറഞ്ഞാൽ ഏത് ഫസ്റ്റ് നമ്പർ, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിമൈൻഡർ 5 അല്ലേ? സോ 70 - 5, വാട്ട് ഈസ് ദാറ്റ്? 65. അടുത്തത് 125 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 8 അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 125 - 8 കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 70 - 5 65 കിട്ടി. 125 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആണ് റിമൈൻഡർ വരേണ്ടത്. സോ 125 - 8. ഓക്കെ, ഇതിനൊക്കെ ഒരു ലോജിക് ഉണ്ട്. അത് ആ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. കാരണം അതിൻ്റെ ലോജിക്ക് ഇതാണ്. 70 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിമൈൻഡർ 5 ആണെങ്കിൽ 70 - 5 എന്ന് പറയുന്ന 70 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 5 ആണെങ്കിൽ 70 - 5 ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. 125 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 8 ആണെങ്കിൽ 125 - 8 എന്ന് പറയുന്ന ഒരു നമ്പറിന് നിങ്ങൾ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആയിരിക്കും. കാരണം റിമൈൻഡർ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ലോജിക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ആ ലോജിക്കിലോട്ട് കടന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അതൊന്നും ചിന്തിക്കേണ്ട. ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യണം. 70 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 5 ആയതുകൊണ്ട് 70യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് 65 എന്നും, 125 അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 8 ആയതുകൊണ്ട് 125 - 8 എന്താണോ അത് എഴുതുക. ദ ആൻസർ ഈസ് 117. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ പുതിയ നമ്പേഴ്സില്ലേ അതിൻ്റെ HCF കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യുവർ ആൻസർ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ പ്രോസസ്. HCF ഓഫ് 65, 117 വിൽ ഗിവ് യു ദ ആൻസർ. HCF ഓഫ് 65, 117 വിൽ ഗിവ് യു ആൻസർ. ഇപ്പോൾ പല രീതിയിൽ നമുക്ക് HCF കാണാം. ഞാനിപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കാണാം. Prime factorization, this is what is prime factorization, and 65 we can write it as 5^1 into 3^1, and 117 we can mention it as 3 square into 18^1, and it's the time to calculate HCF of 65 and 117.
So the common factor is it is 13. Okay, common factor is 13 and the least power is 1. So 13 raised to 1 is 13. So how to calculate HCF now. This is the first prime factorization, this is the second prime factorization. 13 is common, right? 13 and least power, so 13 raised to 1. So 13 is the required answer. So the required answer is 13. കാരണം എന്താണെന്നറിയോ, നമുക്ക് 17 നിങ്ങൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 17 13 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊരു 5 റിമൈൻഡർ കിട്ടും. നോക്കാം നമുക്ക്. See, we are getting the remainder as 5. ഇനി 125 നിങ്ങൾ 13 ഡിവൈഡ് ചെയ്തൊക്കെ 8 റിമൈൻഡർ കിട്ടും. See, I am getting the remainder as 8. So the required number is 13. So this is the process. It's very simple process. So this is the method. You may understood now. Next is a very important question. If 500 persons are, read question carefully, can write the question. Very important question. Previous year ചോദിച്ച question ആണ്. Very important. If 500 persons are taking dip into a cuboidal pond which is 80 meter long, 50 meter broad, that means width. Okay, what is the rise of water level in the pond if the average displacement of water by a person is 0.04 meter cube? Okay, so this is the question. Okay, let me repeat the question once again. If 500 persons are taking dip into a cuboidal pond which is 80 meter long and 50 meter width, what is the rise of water level in the pond if the average displacement of water by a person is 0.04 meter cube? Okay, അതായത് ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്. 500 ആളുകൾ ഒരു കുളത്തിൽ മുങ്ങാൻ പോവുകയാണ് അല്ലേ. 500 പേഴ്സൺ ആർ ടേക്കിംഗ് ഡിപ്പ് ഇൻ ടു എ ക്യൂബോയിഡൽ പോണ്ട് വിച്ച് ഈസ് 80 മീറ്റർ ലോങ് ആൻഡ് 50 മീറ്റർ വിഡ്ത്ത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, വീഡിയോ ക്ലാസ് ആണ്, ശ്രദ്ധിക്കുക. ഒരു ക്യൂബോയിഡൽ പോണ്ട് ഉണ്ട്. സി, ഇങ്ങനെ ഒരു ക്യൂബോയിഡൽ ഷേപ്പിലുള്ളൊരു കുളമുണ്ട്. ഓക്കെ, ഈ കുളത്തിൽ ഇത്ര വെള്ളമുണ്ടെന്ന് വിചാരിക്കാം. ഈ ബ്ലൂ ഷെയ്ഡഡ് ആണ് അതിലുള്ള വെള്ളം എന്ന് വിചാരിക്കുക. അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, എങ്കിലല്ലേ നമുക്ക് ഈ 500 പേരെന്താ ചെയ്യുന്നത്, ഈ ക്യൂബോയിഡൽ പോണ്ടിലോട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, ഡിപ്പ് ചെയ്യാൻ പോകുന്നു, അതായത് മുങ്ങാൻ പോകുന്നു, നീന്താൻ പോവുകയാണ്, മുങ്ങാൻ പോവുകയാണ്. 500 ആളുകൾ ഈ ക്യൂബോയിഡൽ പോണ്ടിലോട്ട് മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിലെന്തായാലും വെള്ളം ഉണ്ടായിരിക്കണം. സോ ഇതായിരിക്കണം വെള്ളം, ഇതാണ് വെള്ളം എന്ന് വിചാരിക്കുക. ഈ ക്യൂബോയിഡൽ ടാങ്കിൻ്റെ പ്രത്യേകത 80 മീറ്റർ വിഡ്ത്ത് ഉണ്ട്, എന്താണ് 80 മീറ്റർ ലെങ്ത് ഉണ്ട്, 50 മീറ്റർ വിഡ്ത്ത് ഉണ്ട്. വാട്ട് ഈസ് എ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ പോണ്ട്, അതായത് 500 പേര് ഇതിലോട്ട് മുങ്ങുമ്പം എന്തായാലും വെള്ളം പൊന്തും അല്ലേ. ആ വെള്ളം പൊന്തുന്ന ഹൈറ്റ് എത്രയാണ്, എത്രമാത്രം വെള്ളം ഉയരത്തിൽ പൊന്തും, ആ ഹൈറ്റ് എത്ര ഹൈറ്റിൽ വെള്ളം പൊന്തും, അതാണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ ബൈ എ പേഴ്സൺ ഈസ് 0.04 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നേക്കുന്നത്. ഒരാൾ ഇറങ്ങുമ്പം വെള്ളം ഉയരുന്ന അളവ് 0.04 മീറ്റർ ക്യൂബ്, അതാണ് ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരാൾ ഇറങ്ങുമ്പം, ഒരാൾ കുളത്തിലോട്ട് ചാടുമ്പം ഈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉയരും. അപ്പോൾ നിങ്ങൾ ഈ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അതാണ് ഇഫ് ദ ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ ബൈ എ പേഴ്സൺ ഈസ് 0.04 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുളത്തിൽ ഇറങ്ങുമ്പം ഈ ക്വാണ്ടിറ്റി ഓഫ് വെള്ളം മുകളിലോട്ട് ഉയരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു നോക്കുക. ഈ ക്വാണ്ടിറ്റി ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ അളവാണ്. 500 പേരും കൂടെയുള്ള ഒരാൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഈ ക്വാണ്ടിറ്റിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ ക്യൂബാണ്. അപ്പോൾ വെറും ഒരു ഡിസ്റ്റൻസ് അല്ല. മീറ്റർ ക്യൂബ് സ്റ്റാൻഡ്സ് ഫോർ വോളിയം അല്ലേ. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ യൂണിറ്റാണ്, വോളിയത്തിൻ്റെ യൂണിറ്റാണ്. മീറ്റർ സ്ക്വയറോ മീറ്ററോ അല്ല, മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങുമ്പം ഇത്രയും വോളിയം ഓഫ് വാട്ടർ ഉയരുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐ റിപ്പീറ്റ്, ഒരാൾ വെള്ളത്തിൽ ഇറങ്ങുമ്പം ഇത്രയും വോളിയം ഓഫ് വാട്ടർ മുകളിലോട്ട് ഉയരും. വോളിയമാണ് ഉയരുന്ന, ഒരാൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ വോളിയമാണ് തന്നേക്കുന്നത്. അത് യൂണിറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? ഓക്കെ.
ഇനി നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ പോണ്ട്? 500 ആളുകളും കൂടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം എത്രമാത്രം വെള്ളം ഉയരും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിരിക്കാം, ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം എത്രമാത്രം വെള്ളം ഉയരുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 500 പേരും കൂടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എത്രമാത്രം ഉയരുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ ഈ ക്വാണ്ടിറ്റി കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരാൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് അല്ല, ഒരാൾ ഇറങ്ങുമ്പം ഉയരുന്ന വെള്ളത്തിൻ്റെ വോളിയമാണ്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കുന്നത് 500 പേരും കൂടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എത്രമാത്രം ഹൈറ്റിൽ വെള്ളം ഉയരും, അതാണ്, ആ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. തന്നിരിക്കുന്നത് എന്താണ്? ഒരാൾ ഇറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ വോളിയമാണ്. ഓക്കെ. അപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരാളെ വെള്ളത്തിലോട്ട് ഇറക്കുന്നു, എന്നിട്ട് അയാൾ ഇറങ്ങുമ്പോൾ വെള്ളം എത്രമാത്രം ഉയരുമെന്ന് നോക്കുന്നു, എന്നിട്ട് അതിനെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് എ പ്രോസസ് വിച്ച് ഐ എം ഗോയിങ് ടു യൂസ്. ഓക്കെ. നമ്മൾ ഒരാൾ വളരെ സാവധാനത്തിൽ ഇങ്ങോട്ട് വന്നോട്ടെ. ഒരാൾ ഇവിടെ വന്നു. ഓക്കെ. അവനെ നമ്മൾ പുറകെ നിന്ന് തള്ളി കുളത്തിലോട്ട് ഇടുന്നു. അങ്ങനെ മൂപ്പര് കുളത്തിൽ വീഴുന്നു. ഓക്കെ. അങ്ങനെ വീഴുന്നു. അപ്പോൾ ഒരാളെ മാത്രം ഇറക്കിയിട്ട് എത്രമാത്രം വെള്ളം ഉയരുമെന്ന് നമുക്ക് നോക്കാം. വെള്ളം കുറച്ച് ഉയരുമല്ലോ അല്ലേ? ഞാൻ ആ ഉയർന്ന വെള്ളത്തിൻ്റെ ഒന്ന് വരച്ചോട്ടെ. അപ്പോൾ ഈ ബ്ലൂ ആയിരുന്നു ആദ്യത്തെ വാട്ടർ ലെവൽ. ഇയാൾ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി ഉയരും. ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ ലെവലിൽ നിന്നും ഇതാണ് ഉയർന്ന വെള്ളം എന്ന് വിചാരിക്കുക. അതായത് ഈ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ് ആദ്യമുള്ള വാട്ടർ ലെവലിൽ നിന്നും മുകളിലോട്ട് പൊന്തിയ വെള്ളം. ഇയാൾ ഇറങ്ങി കഴിയുമ്പോൾ ഇത് ഇവിടം വരെയായിരുന്നു വാട്ടർ ലെവൽ, ഇത്രയും കൂടെ വെള്ളം പൊന്തി ഇയാൾ ഒരേ മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ എന്ന് വിചാരിക്കുക. ഈ ഗ്രീനാണ് ഉയർന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വാണ്ടിറ്റി ഓഫ് വെള്ളം എത്രമാത്രം ഉയർന്നു, അതായത് ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഗ്രീൻ കളറിലാണല്ലോ ഒരു മനുഷ്യൻ ഇതിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉയർന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ഗ്രീൻ കളറിലുള്ളത് മീൻസ് ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ക്വാണ്ടിറ്റി ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അത് എത്ര വോളിയം ഓഫ് വാട്ടർ ഉണ്ടാവും, ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം എത്രമാത്രം വെള്ളം മേലോട്ട് പൊന്തും, അതായത് ഈ ഗ്രീൻ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വോളിയം ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അത് ഞാൻ ഗ്രീൻ കളറിൽ ആദ്യം ഉണ്ടായിരുന്ന വാട്ടർ ലെവലിൽ നിന്ന് ഉയർന്ന വെള്ളമായിട്ടുള്ള ഈ ഗ്രീൻ കളർ ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അത് എവിടെയാണ് ഉള്ളത്? ക്യൂബോയിഡിൽ. അപ്പോൾ എന്തായാലും ആ ഉയർന്ന വെള്ളം ക്യൂബോയിഡിൽ ഷേപ്പിൽ തന്നെയല്ല ഉണ്ടാവുക. അതെ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഞാൻ ഈ ഉയർന്ന വെള്ളത്തിൻ്റെ മാത്രം ക്വാണ്ടിറ്റിയാണ് എനിക്ക് വേണ്ടത്. സോ ആ ഉയർന്ന വെള്ളത്തിൻ്റെ ഷേപ്പ് ക്യൂബോയിഡാണ് ഉള്ളത്. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയം LBH ആണ്. അപ്പോൾ LBH ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ വോളിയം കിട്ടും. അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതാണ് L. ദാറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് 80 അല്ലേ? പിന്നെ ഇതാണ് അതിൻ്റെ വിഡ്ത്ത്, ഉയർന്ന വെള്ളത്തിൻ്റെ വിഡ്ത്ത്. ദാറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് 50. പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു X ആയിട്ട് എടുക്കാം, മെൻഷൻ ചെയ്യാം. എത്രമാത്രം ഉയർന്നു അതാണല്ലോ, ആ ഹൈറ്റാണല്ലോ നമുക്ക് വേണ്ടത്. കാരണം എന്താ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ വെള്ളത്തിൻ്റെ വോളിയം അല്ല, ഈ ഉയർന്ന വെള്ളത്തിൻ്റെ മാത്രം വോളിയാണ്. സോ ഉയർന്ന വെള്ളത്തിൻ്റെ വോളിയം കാണണമെങ്കിൽ ഉയർന്ന വെള്ളം ക്യൂബോയിഡിലായതുകൊണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ക്യൂബോയിഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നെയായിരിക്കും. പക്ഷേ ക്യൂബോയിഡിൻ്റെ മൊത്തം ഹൈറ്റ് എന്താണ്, ഉയർന്ന വെള്ളത്തിന് വരില്ല. ആദ്യമുള്ള ഹൈറ്റിൽ നിന്ന് X ഉയർന്നു. അപ്പോൾ X ആണ് അതിൻ്റെ ഹൈറ്റായിട്ട് നമുക്ക് എടുക്കേണ്ടത്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ X മീറ്ററിലാണ് അത് ഉയർന്നതെന്ന് വിചാരിക്കാം. സോ ലെറ്റ് അസ്യൂം ദാറ്റ് X മീറ്റർ ആണ് ഉയർന്നേക്കെന്ന് വിചാരിക്കുക. സോ അതൊന്ന് മെൻഷൻ ചെയ്യാം. എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ആൻസറായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടെൽ മീ. വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. വോളിയം എന്തുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. കാരണം ഇതല്ല ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മെല്ലെ മനസ്സിലാവും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ റൈസ് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ എനിക്കറിയില്ല. റൈസ്ഡ് എന്നായിരിക്കണം. റൈസ്ഡ് വെൻ 1 person ടേക്ക് എ ഡിപ്പ് ഇൻ ടു ദ പോണ്ട്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് എത്രമാത്രം ഉയർന്നു, ആ വെള്ളത്തിൻ്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പം ഒരാൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം. സോ ദ ഫോർമുല ഈസ് L/B/H. എന്തുകൊണ്ടാണ്? അത് ക്യൂബോയിഡൽ ഷേപ്പിലാണ് ആ വെള്ളം ഉയർന്നത്. സോ ലെങ്ത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് 80. ദെൻ L/B അല്ലേ? L/B എന്ന് പറഞ്ഞാൽ 80 × 50 × X. ഇത്രയും മീറ്റർ ക്യൂബ് വെള്ളമാണ് ഉയർന്നത്. ഈ X എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ മെൻഷൻ ചെയ്യാം. വേർ X ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ
So where x is the എങ്ങനെ എഴുതിക്കോളൂ, where x is the rise of water level in the pond അല്ലേ, where x is the rise of water level in the pond. ആ x അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഇത് ഒരാൾ ഇറങ്ങുമ്പോഴുള്ള ഹൈറ്റാണ്. അങ്ങനെ 500 ആൾ ഇറങ്ങുമ്പോൾ എത്രമാത്രം ഹൈറ്റ് മുകളിലോട്ട് പൊന്തും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഒരാൾ ഇറങ്ങുമ്പോൾ എത്രമാത്രം വെള്ളം ഹൈറ്റിലോട്ട് പൊന്തും എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. ക്ലിയർ? പിന്നെ നമ്മൾ 500 പേരിലോട്ട് മാറ്റും നമ്മൾ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് വെൻ 1 person ടേക്ക് എ ഡിപ്പ് ഇൻ ടു ദ പോണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. അതാണ് ഇത്. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് ഈ 80 × 50 × x എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, ഒരാൾ വെള്ളത്തിൽ ഇറങ്ങുമ്പം പൊന്തുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. അത് തന്നെയല്ലേ 0.04 m³ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഇതിനെ എനിക്ക് 0.04 m³ ഇക്വേറ്റ് ചെയ്തുകൂടെ? കാരണം എന്നാൽ രണ്ടും സെയിം ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. ഇത് ക്വസ്റ്റ്യനിൽ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇഫ് ദ ആവറേജ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ ബൈ എ പേഴ്സൺ ഈസ് 0.04 m³ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. ഒരാൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ പറഞ്ഞേക്കുന്നതെന്ന്. അപ്പം ഇതും അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്, സെയിം മീനിങ് ആണ്. സോ രണ്ട് നമുക്ക് ഇക്വേറ്റ്, ഇവിടെ നിന്ന് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് വിൽ ബി എക്സ്? ക്യാൻ യു ടെൽ മി ദാറ്റ്? എക്സ് വിൽ ബി 0.04 ഡിവൈഡഡ് ബൈ 80 × 50 × x. 0.04 ഡിവൈഡ് ബൈ 80 × 50 അല്ലേ? ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, എക്സ് കിട്ടും. ക്ലിയർ? നമുക്ക് മുകളിലത്തെ ഡെസിമൽ പൊസിഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 0.04 × 100 ഡിവൈഡഡ് ബൈ 80 × 50, താഴെ 100 കൊണ്ട് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ന്യൂമറേറ്ററിൽ നമുക്ക് 0.04 × 100 എന്ന് പറയുമ്പോൾ 0.04 × 100 എന്ന് പറയുമ്പോൾ 4 അല്ലേ വരിക? 4 ഡിവൈഡഡ് ബൈ, സോ ഇത് എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 ഡിവൈഡഡ് ബൈ 80 × 50 × 100 വരും. 80 × 50 × 100 എന്ന് വരും. സോ ഇതിനെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 25 എന്നാണ് കിട്ടുക. സോ നമുക്ക് എന്ത് വരും, 1/5 40 × 25 എന്ന് കിട്ടും. ക്ലിയർ? സോ ദിസ് മച്ച് മീറ്റർ. അപ്പോൾ എന്താണ് എഴുതുക, ദിസ് ഈസ് ദ ഹൈറ്റ്, ദിസ് ഈസ് ദ ഹൈറ്റ്. ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുക. എന്താ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്, ദിസ് ഈസ് ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ പോണ്ട് വെൻ 1 person ടേക്ക് എ ഡിപ്പ് ഇൻ ടു ദ പോണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ? ഒരാൾ ഇറങ്ങുമ്പം എത്രമാത്രം വെള്ളം ഉയരുന്നു, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എക്സ്. നമുക്ക് വേണ്ടത് 500 persons ഇറങ്ങുമ്പോൾ മൊത്തം എത്ര ഹൈറ്റ്. അപ്പോൾ ഇതിന് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതാണ് ഒരാൾ ഇറങ്ങുമ്പോൾ ഉയരുന്ന ഹൈറ്റ്. അപ്പോൾ 500 പേര് ഇറങ്ങുമ്പോൾ എന്താണ്, ഇതിന് 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വെൻ 500 person ടേക്ക് ഡിപ്പ് ഇൻ ടു ദ പോണ്ട്, ദെൻ ദ ടോട്ടൽ റൈസ് ഓഫ് വാട്ടർ ലെവൽ വിൽ ബി വാട്ട് 500 × this. നോ, എനിക്ക് തോന്നുന്നു ക്ലിയർ ആയി തോന്നുന്നതിൽ നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. Okay, so it becomes 1/200 എന്നാണ് വരിക അല്ലേ? അതെ, 0 ക്യാൻസൽ ചെയ്തു. ബാക്കി നമ്മൾ ഈ 5 × 25 5 വന്നു. സോ 40 × 5 അല്ലേ, 20 200. ഓക്കെ, 1/200. ഇതിനെ നമുക്കൊരു ഡെസിമലിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി, 5/1000 ഇത് വരും. സോ ഇറ്റ് ബിക്കംസ് 0.005 മീറ്റർ അല്ലേ? 1 2 3 ഓക്കെ, 0.005 മീറ്ററാണ് നമുക്ക് വരിക. ഇതാണ് 500 പേരും കൂടെ ഇറങ്ങുമ്പോഴുള്ള ഹൈറ്റ്. ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 0.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 0.5 സെൻറ്റിമീറ്റർ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 0.005 meter. This is the answer. Clear? Moving to the next question. So moving to the next question, third question. In figure ABCD are the points on the sides of a quadrilateral such that these points divide the sides PQ, RQ, PS and RS in the ratio 2:1.
Prove that ABCD is a parallelogram. This is your question. Let me repeat the question once again. In figure, ABCD are the points on the sides of a quadrilateral PQRS such that these points divides the sides PQ, RQ, PS and RS in the ratio 2:1. Prove that ABCD is a parallelogram. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് ഫിഗർ ഗിവൺ ആണ്. പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ കോഡിലാറ്ററലാണ്. അതാ പി ക്യു ആർ എസ് എന്ന് പറയുന്നൊരു കോഡിലാറ്ററലാണ്. അതിലിങ്ങനെ എ ബി സി ഡി എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ ബി സി ഡി നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന വീണ്ടും ഒരു കോഡിലാറ്ററൽ ഉള്ളിൽ കിട്ടും. അത് പാരലോഗ്രാമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓൺലി വൺ ഇൻഫർമേഷൻ വിച്ച് ഈസ് ഗിവൺ. the information is nothing but ഇതിൽ എ ബി സി ഡി എന്ന് പറയുന്ന പോയിൻറ്റ്സ് പി ക്യു ആർ എസ് എന്ന് പറയുന്ന കോഡിലാറ്ററലിനെ അതായത് പി ക്യു നിങ്ങൾ ശ്രദ്ധിക്കുക, പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു കോഡിലാറ്ററലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. ആ പി ക്യു ആർ എസ് എന്ന് പറയുന്ന കോഡിലാറ്ററിൻ്റെ പി ക്യു എന്ന് പറയുന്ന സൈഡിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്തു, ക്യു ആർ എന്ന് പറയുന്ന സൈഡിൽ ബി എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്തു, ആർ എസ് എന്ന് പറയുന്ന സൈഡിൽ എസ് സി എന്ന് മാർക്ക് ചെയ്തു, എസ് പി എന്ന് പറയുന്ന സൈഡിൽ ഡി എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ടാണ് എ ബി സി ഡി എന്ന് പറഞ്ഞൊരു കോഡിലാറ്ററൽ നമ്മൾ ഉള്ളിൽ വരയ്ക്കുന്നതും. അത് prove that ABCD is a parallelogram. That parallelogram we must prove it as that quadrilateral we must prove it as a parallelogram. ആ എ ബി സി ഡി എന്ന് പറയുന്ന കോഡിലാറ്ററാണ് പാരലോഗ്രാമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, എ എന്ന് പറയുന്ന പോയിൻറ്റ് കോഡിലാറ്ററൽ പി ക്യു ആർ എസിൻ്റെ പി ക്യു എന്ന് പറയുന്ന സൈഡിൽ മാർക്ക് ചെയ്ത പോയിൻ്റാണ് എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യു എന്ന് പറയുന്ന സൈഡിൽ മാർക്ക് ചെയ്തതാണ്. അത് ഏത് റേഷ്യോയിലാണ് മാർക്ക് ചെയ്തേക്കുന്നതാണ് തന്നേക്കുന്നത്. ഓക്കെ, ക്ലിയർ. 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യുയിൽ മാർക്ക് ചെയ്ത് ഓരോ സൈഡിലും, ഐ റിപ്പീറ്റ്, ഓരോ സൈഡിലും എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്തേക്കുന്നത് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അതായത് ഇത്രയേ ഉള്ളൂ, എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യു എന്ന് പറയുന്ന സൈഡിനെ 2:1 ഡിവൈഡ് ചെയ്യും. അതായത് ഈ വലിയ ഭാഗം 2-ന് റെപ്രസെൻ്റ് ചെയ്യും, ഈ ചെറിയ ഭാഗം 1-ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുമാണ് എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യു എന്ന് പറയുന്ന സൈഡിനെ 2:1 എന്നുള്ള, അതായത് എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യുവിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിൻറ്റ് പി ക്യുവിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് 2:1. അപ്പോൾ വലുത് 2-നും ചെറുതിന് 1-നെയും സ്റ്റാൻഡ് ചെയ്യുന്നു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പി എ നിങ്ങൾക്ക് 2x എന്ന് എടുക്കാം, എ ക്യു നിങ്ങൾക്ക് എന്തെന്ന് എടുക്കാം 1x അഥവാ എക്സിന് എടുക്കാം. ക്ലിയർ. ഇനി അതുപോലെ തന്നെ ഈ ആർ ക്യുവിനെ ബി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. അപ്പോൾ വലുതിന് നിങ്ങൾക്ക് 2, ചെറുതിന് 1. അതായത് ഇതിനെ നമുക്ക് 2y എന്നും ഇതിനൊരു 1y എന്നും വിളിക്കാം, അല്ലെങ്കിൽ y എന്നും വിളിക്കാം. ഇനി ഇവിടെ എസ് ആറിനെ സി അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന വലുത് 2, ചെറുത് 1, 2:1 അഗെയിൻ. സോ ഇതിനെ നമുക്കൊരു 2p എന്നും ഇതിനെ 1p അഥവാ p എന്നും വിളിക്കാം. ഇനി ഇവിടെ ആണെങ്കിലോ പി ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇപ്പം നമുക്ക് p വേണ്ട അല്ലേ. പി ക്യു ആർ നമുക്ക് സെഡ് എന്ന് വിളിക്കാം, സെഡ് ടു സെഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ സിമിലർലി ഇതിനെ നമ്മളൊരു 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഈ ഡി എന്ന് പറയുന്ന പോയിൻറ്റ് ഇതിന് 2:1 എന്നുള്ള റേഷ്യോയിൽ എന്ന് പറഞ്ഞാൽ വലുത് 2, ചെറുത് 1. അപ്പോൾ ഇതിന് നമുക്ക് 2w അല്ലെങ്കിൽ 1w എന്നുള്ള, അതായത് ഈ സൈഡ് 2w, 1w, ഈ സൈഡ് 2x, ഇത് x, ഈ സൈഡ് ഈ വലുത് 2y, ഇതിൽ വലുത് എന്താണ് 2z, ചെറുത് z. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ നോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ എന്താണ് പറയുക കാര്യങ്ങളുള്ളത്. ക്ലിയർ. ഞാനിതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. പി ക്യു ജോയിൻ ചെയ്യുന്നു, പി ആർ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഇതിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എഴുതണം. ഞാനെല്ലാം ഈ വീഡിയോ ലെസൺ ആയതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ ജോയിൻ പി ക്യു എന്നൊക്കെ പറഞ്ഞ് എഴുതണം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ ജോയിൻ പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇതാണ്, യു ജസ്റ്റ് പ്ലീസ് കൺസിഡർ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു ചെറിയൊരു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അതായത് യു മസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ ഡി എസ് സി ആൻഡ് പി എസ് ആർ. വിച്ച് ഓൾ ദ ട്രയാങ്കിൾ യു മസ്റ്റ് കൺസിഡർ? ഈ ചെറിയ ഡി എസ് സി എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും പി എസ് ആർ എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും. ഓക്കെ, അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ഡി എസ് സി ആൻഡ് ട്രയാങ്കിൾ പി എസ് ആർ. ഓക്കെ, ആ ചെറുതും വലുതും കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു പ്രൂവ് ദാറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ഡി എസ് സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ പി എസ് ആർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. വൈ? ഓക്കെ,
എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്, അതിൻ്റെ റീസണാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. വൺസ് അഗെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ചെറിയ ട്രയാങ്കിളും പിന്നെ ഇതാ ഈ PSR എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും അല്ലേ, DSCയും PSRും ക്ലിയർ. DSCയും PSRും സിമിലറാണ്. എന്തുകൊണ്ട്? DSC എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളും PSR എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും ഒരു ആംഗിൾ കോമൺ ആണ്, വിച്ച് ഈസ് ദാറ്റ് ആംഗിൾ എസ് അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് പറയാം. എന്താണ്? ആംഗിൾ എസ് ഈസ് കോമൺ. പിന്നെ ഈ ചെറിയ ട്രയാങ്കിളുടെ ഈ സൈഡാണ് W. വലിയ അതായത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ആംഗിളാണ് കോമൺ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോമൺ ആംഗിളിൻ്റെ ഇരുവശത്തുമുള്ള രണ്ട് ട്രയാങ്കിളുള്ള സൈഡ്സിൻ്റെ റേഷ്യോ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന റൂള് SAS-ൻ്റെ പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. SAS റൂളിൻ്റെ എന്താണ് SAS സിമിലാരിറ്റി റൂൾ എന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ആംഗിൾ കോമൺ വേണം, അല്ലെങ്കിൽ ഒരു ആംഗിൾ പരസ്പരം ഈക്വൽ ആവണം. ആ ആംഗിളിൻ്റെ ഇരുവശത്തുമുള്ള രണ്ട് ട്രയാങ്കിളിലെയും സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അതായത് ഈ ആംഗിളിൻ്റെ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ആംഗിൾ ഇതാണല്ലോ, ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള ചെറിയ ട്രയാങ്കിളിലെ സൈഡാണ് W, വലിയ ട്രയാങ്കിളിലെ സൈഡാണ് 2W അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താ വരിക? W/2W അല്ലേ. ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നു, ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഈ സൈഡ് W ആണ്, ചെറിയ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് W ആണ്, അത് നമുക്ക് W എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വലിയ ട്രയാങ്കിളിലെ സൈഡ് ഏതാ? SP ടോട്ടലാണ് അല്ലേ. അതായത് ഈ 2Wയും ഈ W കൂടെ ചേർന്നാലല്ലേ ടോട്ടലായിട്ടുള്ള PS വരുള്ളൂ, അതായത് 3W വരിക. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അതാണ് ഒരു പെയർ ഓഫ് സൈഡ് അല്ലേ, ഒരു പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ. ഇനി അടുത്ത പെയർ നോക്കി, അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് ഇവിടെ സെഡും ഇവിടെ 3Z വരിക, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അപ്പോൾ Z/3Z നിങ്ങൾ റേഷ്യോ നോക്കി, ഇതിന് ക്യാൻസൽ, ഇതിനും ക്യാൻസൽ, റേഷ്യോ ഈക്വലായിട്ട് വരും അല്ലേ. അപ്പം നോക്കി ഒരു ആംഗിൾ കോമണും അതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള രണ്ട് ട്രയാങ്കിൾ സൈഡ്സിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ 1:3 അല്ലെങ്കിൽ 1/3 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് SAS റൂൾ ഉപയോഗിച്ച് രണ്ട് ട്രയാങ്കിളും സിമിലർ ആവുന്നത്. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട്, ഐ റിപ്പീറ്റ്, സിൻസ് വി ഹാവ് പ്രൂവ്ഡ് that two triangles are similar, then what we can say? Then of course the ratio of the corresponding sides will be equal. ബട്ട് നമുക്ക് അതിലോട്ട് ഞാൻ പോകുന്നില്ല, അതൊന്ന് ഈക്വൽ ആയിരിക്കും. സിമിലർ ആയതുകൊണ്ട് റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി ഈക്വൽ. പിന്നെ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ദാറ്റ് മീൻസ് വാട്ട് വി ക്യാൻ സേ, ആംഗിൾ D ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ P, isn't it? Angle D should be equal to angle P. So that implies angle D should be equal to angle P. സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ആംഗിൾ D എന്ന് പറയുന്നത് ഈ ആംഗിളും, ഓക്കെ, വലിയ ട്രയാങ്കിളിലെ ആംഗിൾ P എന്ന് പറയുന്നത് ഈ ആംഗിളും പരസ്പരം ഈക്വൽ ആയിരിക്കും എന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങൾ നോക്കി, ഇത് രണ്ട് ലൈൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇതൊരു ട്രാൻസ്വേഴ്സലായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ ഇത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് കാണുന്ന ലൈൻസ് എന്തായിരിക്കും? പാരലായിരിക്കും. ഐ റിപ്പീറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലായി, ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിളും വലിയ ട്രയാങ്കിളിലെ ഈ ആംഗിളും സെയിം ആണ്. കാരണം അതാണ് നമ്മൾ മീൻസ് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്തത്. അപ്പോൾ അത് രണ്ട്, ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് വരും. അവ ഈക്വൽ ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് ലൈൻസ് എടുക്കുക, അതിന് ഇതൊരു ട്രാൻസ്വേഴ്സിലും എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസാണ് ഇവ രണ്ടും. അത് ഈക്വലായി വന്നല്ലോ. അപ്പോൾ വെറുതെ രണ്ട് ലൈൻ അതിനൊരു ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും ഓട്ടോമാറ്റിക്കായിട്ട് പാരലായി മാറുമെന്നാണ് പറയുന്നത്. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വന്നതുകൊണ്ട് ആംഗിൾ ഡി സി ആംഗിൾ പി എന്തുകൊണ്ട് ഇത് മനസ്സിലായി? സിമിലർ ആയാണെന്ന് പ്രൂവ് ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാകുമ്പോൾ അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾസും കൂടെയാണ് ആ രണ്ട് ലൈൻസിൻ്റെ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിട്ട് വരുവാണെങ്കിൽ രണ്ട് ലൈൻ പാരലായിട്ട് വരും. ദാറ്റ് ഇംപ്ലൈസ് വാട്ട് വി ക്യാൻ സേ DC പാരലൽ ടു PR എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ? കാരണം ഈ DCയും PRും ആദ്യം രണ്ട് ലൈനായിരുന്നു, ഇത് വെറുതെ ട്രാൻസ്വേഴ്സും. അപ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരുന്നു ഇത്. അത് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് DCയും PRും പാരലായിരിക്കും. ഇനി അത് ഫസ്റ്റ് എക്സ്പ്രഷൻ നമ്മളെടുത്തു. ഇനി അടുത്തത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മുകളിലുള്ള ഈ ചെറിയ ട്രയാങ്കിളും മുകളിലുള്ള ഈ വലിയ ട്രയാങ്കിളും, അതായത് ഏതൊക്കെയാണ്? AQB എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും PQR എന്ന് പറയുന്ന താഴെ ഭാഗത്തുള്ള വലിയ ട്രയാങ്കിൾ. താഴെ ഭാഗത്തുള്ള ചെറുതും താഴെ ഭാഗത്തുള്ള വലുതും. മുകളിൽ ചെയ്ത പോലെ തന്നെ പ്രോസസ്സ് ഇവിടെയും നമ്മൾ ചെയ്യുന്നു. ഇൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ AQB ആൻഡ്
triangle PQR. Can I write that triangle AQB is similar to triangle PQR? Yes, similarly എന്ന് എഴുതിയാൽ മതി നിങ്ങൾ. കാരണം എന്താ? സെയിം SAS റൂൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ സീക്കിലായിരിക്കും എന്താണ്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആയിട്ട് വരും അല്ലേ? അതായത് എന്താണ്? ഇതാ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P രണ്ടും സിമിലർ ആയതുകൊണ്ട്, അതായത് ഇതാണ് ആംഗിൾ A, സോറി ഇതാണ് ആംഗിൾ P, ഇതാണ് ആംഗിൾ, അത് രണ്ട് ഈക്വലായിട്ട് വരും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇത് രണ്ട് ലൈൻസും ആയിരുന്നു ആദ്യം, ഇതൊരു ട്രാൻസ്വേഴ്സലായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വന്നു. അതിൻ്റെ അർത്ഥം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാണെങ്കിൽ AB ഷുഡ് ബി പാരലൽ ടു PR ആയിരിക്കുമല്ലോ. യെസ്, സോ ദാറ്റ് ഇംപ്ലൈസ് AB ഷുഡ് ബി ഈക്വൽ ടു AB ഷുഡ് ബി പാരലൽ ടു PR. ഇവിടെയൊക്കെ റീസൺ നിങ്ങൾ എഴുതണം, ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതണം. എന്താണ് ആംഗിൾ D, സോറി ഇതെന്താണ്? ഓക്കെ, ഇവിടെ നിങ്ങൾ എഴുതണം എന്താണ്? സിൻസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. എന്നിട്ട് ഇവിടെ നിങ്ങൾ എഴുതണം എന്താണ്? ബിക്കോസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ വൃത്തിയായിട്ട് ഇത് എഴുതാം. ഇത് നിങ്ങൾ സെക്കൻഡ് എക്സ്പ്രഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ വണ്ണും ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് എക്സ്പ്രഷൻ ആൻഡ് സെക്കൻഡ് എക്സ്പ്രഷൻ വാട്ട് വി ക്യാൻ റൈറ്റ്? ഹിയർ DC is parallel to PR, here AB is parallel to PR. So right sides are equal, so DC should be parallel to AB also. സോ എനിക്ക് DC PR-നോട് പാരലാണ്, ABയും PR-നോട് പാരലായിരിക്കും. അപ്പോൾ DCയും ABയും പാരലായിരിക്കും എന്നാണ് എൻ്റെ അർത്ഥം. സോ DC പാരലൽ ടു AB. മനസ്സിലായേ? DC PR-നോട് പാരലാണ്, AB PR-നോട് പാരലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് DC ഷുഡ് ബി പാരലൽ ടു AB ആയിരിക്കും. കാരണം രണ്ട് സാധനം ഒരു സാധനത്തിലോട്ട് പാരല, അപ്പം ഇടതുവശത്തുള്ള രണ്ട് സാധനം പാരലായിരിക്കണം. സോ DC പാരലൽ ടു AB. DC പാരലൽ ടു AB എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ക്വാഡ്രിലാറ്ററലിലെ DC എന്ന് പറയുന്ന നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് പാരലോഗ്രാം ആണെന്നാണ്. പാരലോഗ്രാം അത് ഞാൻ പറയാൻ പറഞ്ഞേ, പാരലോഗ്രാം പ്രൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പാരലോഗ്രാം പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് നമുക്ക് പ്രൂവ് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? അതായത് പറയാൻ മറന്നു കേട്ടോ, സോറി. അതായത് DC പാരലൽ ടു AB എന്നും പ്രൂവ് ചെയ്യണം, AD പാരലൽ ടു BC എന്നും പ്രൂവ് ചെയ്യണം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എന്ത് പ്രൂവ് ചെയ്തു? DC പാരലൽ ടു AB പ്രൂവ് ചെയ്തു. DC പാരലൽ ടു AB. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 3. സിമിലർലി ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? AD പാരലൽ ടു BCയും പ്രൂവ് ചെയ്യാം. സിമിലർലി വി ക്യാൻ പ്രൂവ് AD പാരലൽ ടു BC. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ഇൻ ദിസ് ക്വാഡ്രിലാറ്ററൽ, ദാറ്റ് ഇംപ്ലൈസ് ഇറ്റ്സ് എ പാരലോഗ്രാം എന്ന രീതിയിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഐ തിങ്ക് ഓൾമോസ്റ്റ് ക്ലിയർ നോ. മൂവിങ് ടു ദ നെക്സ്റ്റ്. ഒരു എന്താണ് ഒരു അധികം ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്ത നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കിത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, പക്ഷേ സംശയം വെക്കുന്നില്ല, എന്തായാലും ഇതിലും കൂടെ ചെയ്യുന്നു. സോൾ 1 + 5 + 9 + 13 + etc. + x = 1326. ഇത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോൾ 1 + 5 + 9 + 13 + etc. + x = 1326. ഇത് സോൾവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ എവിടെയെങ്കിലും ഒരു വേരിയബിൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതാ എക്സ്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് സോൾവ്. സോൾവ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ. അതായത് ഇവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എക്സ് ആണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ എങ്ങനെയാണ് എക്സ് വന്നേക്കുന്നത്? ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടൈം 1ഉം കോമൺ ഡിഫറൻസ് 4ഉമായിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ലാസ്റ്റ് ടൈം ആയിട്ടാണ് എന്തെന്ന് വന്നേക്കുന്നത്? എക്സ് അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇതാ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടെ ഈ 1ഉം 5ഉം 9ഉം 13ഉം etc. up to x, they are in AP. Why? Because first term is 1 and common difference is 4. അപ്പോൾ ആ ഒരു APയിൽ അവസാനത്തെ ടൈമായിട്ട് എക്സ് എന്ന് വന്നേക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ഇവർ ചെയ്യാൻ തന്നേക്കുന്നത്? APയിലുള്ള 1, 5, 9, 13 etc. x അത് മൊത്തം ആഡ് ചെയ്തേക്കാണ്. അതായത് സം ഓഫ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എന്താണ്? 1326. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളത് SN ആണ് അല്ലേ? അതായത് ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? സം ഓഫ് ടേംസ് ഓഫ് AP ആണ് ലെഫ്റ്റ് സൈഡിൽ. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് ഇക്വൽ 1326 എന്നാണ് ഇവർ ഇൻഡയറക്റ്റ്ലി പറഞ്ഞേക്കുന്നത് അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ടേംസൊക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് ക്ലിയർ ആയി, അതിൻ്റെ ടേംസൊക്കെ കൂടി ആഡ് ചെയ്തേക്കുവാണ്. അത് ഈസ് ഇക്വൽ 1326 എന്നാണ് പറയുന്നത്. സോ വാട്ട് വി ക്യാൻ റൈറ്റ്? സം ഓഫ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് ഇക്വൽ 1326. സോ സം ഓഫ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചാൽ SN ൻ്റെ ഫോർമുല എന്താണ്? n/2 × 2a + n - 1 × d. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1326 എന്നാണ് അവർ തന്നേക്കുന്നത്. ക്ലിയർ? n/2 × 2a + n - 1 × d ആണ് 1326 എന്ന് തന്നേക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം n/2 × n. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് n. നമ്പർ ഓഫ് ടൈംസ് എത്രയും തന്നിട്ടില്ല.
2 ഇൻറ്റു എ എന്താണെന്ന് നമുക്കറിയാം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ് 4 സിക്കൽ ടു 1326. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാത്ത എന്താണ് n അറിയില്ല. സോ ടു ഫൈൻഡ് n കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? n ഒരു ഇക്വേഷൻ ഉണ്ട്. n ഇസ് ഈക്വൽ ടു വാട്ട്? an മൈനസ് എ ബൈ ഡി പ്ലസ് 1 അഥവാ എൽ മൈനസ് ലാസ്റ്റ് ടൈം മൈനസ് എ ബൈ ഡി പ്ലസ് 1. വാട്ട് ഈസ് an? ഈ അരിത്തമെറ്റിക് പ്രൊഡക്ഷനിൽ ലാസ്റ്റ് ടൈം എക്സ് ആണ്. സോ എക്സ് മൈനസ് ഫസ്റ്റ് ടൈം 1 ഡിവൈഡ് ബൈ ഡി ഈസ് 4 plus 1, that will give you n. So n is equal to here 1 cross multiply, so x minus 1 plus 4 divided by 4, so it becomes x plus 3 divided by 4. തെറ്റുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിച്ച് കറക്റ്റ് ചെയ്യാം. x plus 3 divided by 4, that is what is n. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എല്ലാം കൊടുക്കുക. എന്നിട്ട് എന്താണ് റിവ്യൂ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ കൺസിഡർ ഫസ്റ്റ് ഇക്വേഷൻ എന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത്? ഇതാണ് n by 2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 1326 വരെ നമ്മൾ എത്തിയിരുന്നു. n അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ n കണ്ടുപിടിച്ചു. എത്രയാണ് n? എക്സ് പ്ലസ് 3/4. സോ യു ക്യാൻ റീപ്ലേസ് n ആസ് എക്സ് പ്ലസ് 3/4. സോ n by 2 becomes x plus 3/4 divided by 2 into 2 plus, again here n is x plus 3/4, no? So n minus 1 becomes x plus 3/4 minus 1 into what? Into 4, no? Yes is equal to 1326. എന്നിട്ട് നിങ്ങളിവിടെ നോക്കുക, എക്സ് പ്ലസ് 3/4/2 എന്ന് പറയുമ്പോൾ ഈ 2 ഇത് 4നോട് ചേർന്നിട്ട് 8 ആവും. സോ എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ 8 എന്ന് വരും. ഓക്കെ, ഇവിടെ 2 പ്ലസ് ഈ 4 നമുക്ക് ഉള്ളിലോട്ട് എടുക്കാം. സോ ഈ 4 ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 ഈ മൈനസ് 1ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ 4ഉം കൂടെ ക്യാൻസൽ ആയി എക്സ് പ്ലസ് 3 മാത്രമാവും. പിന്നെ മൈനസ് ഈ 1ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ 4 ഇസ് ഈക്വൽ ടു 1326. സോ ഇറ്റ് ബിക്കംസ് x plus 3/8 ഓക്കെ ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്കുക ഒരു എക്സ് ഉണ്ട്, പിന്നെ 2 plus 3 5 ആണ്, 5 minus 4 1 ആണ്. സോ എക്സ് പ്ലസ് 1 ഇസ് 1326. ജസ്റ്റ് സി ദിസ് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ലെഫ്റ്റ് സൈഡിൽ നിൽക്കട്ടെ. ഓക്കെ, എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ലെഫ്റ്റ് സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് 8നെ കൊണ്ടുപോകും. 1326 ഇൻറ്റു 8 എന്ന് വരും. സോ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്പൺ ദ ബ്രാക്കറ്റ് ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 1326 ഇൻറ്റു 8. എന്നിട്ട് ഇത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് മേക്ക് ഇറ്റ് എസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഈ സം എക്സ് സ്ക്വയർ പ്ലസ് സം എക്സ് പ്ലസ് സം ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനോട്ട് മാറ്റി എക്സ് സോൾവ് ചെയ്യുക. യു ക്യാൻ യൂസ് ദ ഫോർമുല -b + 1 - √b² - 4ac all divided by 2. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടൈം ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് എ മെത്തേഡ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നത് ട്രിഗ്നോമെട്രി ആണ്. പ്രൂവ് ദാറ്റ് 2 sin raised to 6 theta, prove that 2 into inside the bracket sin raised to 6 theta plus cos raised to 6 theta minus 3 into sin raised to 4 theta plus cos raised to 4 theta then plus 1 equal to 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 into sin raised to 6 theta plus cos raised to 6 theta minus 3 into sin raised to 4 theta plus cos raised to 4 theta plus 1 equal to 0. ഇത് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇതിലോട്ട് നമ്മൾ പല കുട്ടികൾ 2 ഉള്ളിലോട്ട് എടുക്കും, -3 ഉള്ളിലോട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പറയുന്ന രീതി നിങ്ങൾ ഒന്ന് നോക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ചില കുട്ടികൾ 2 ഉള്ളിലോട്ട് എടുക്കും, -3 ഉള്ളിലോട്ട് എടുക്കും. എന്നിട്ട് കുറേ കോംപ്ലക്സ് ആവും എന്നല്ലാതെ നമുക്കൊരു 0 എത്തിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പൂർണ്ണമായിട്ട് എനിക്കറിയത്തില്ല. ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടാവും. ട്രിഗ്നോമെട്രി ആയതുകൊണ്ട് പല മെത്തേഡും ഉണ്ടാവും. അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഇതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് ഈ മെത്തേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു പവർ കുറച്ചും വലുതായിട്ട്, സാധാരണ 2 ഒക്കെയാണ് പവർ വരാറുള്ളത്. ഇങ്ങനെ പവർ കുറച്ചും വലുതായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഇതാണ് sin square theta plus cos square theta എന്താണെന്ന് നമുക്കറിയാം 1. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. sin square theta plus cos square theta is equal to 1 എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിനെ നമ്മളങ്ങ് നല്ലതുപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ഈ രീതിയിലോട്ട് എത്തിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. sin square theta plus cos square theta എന്താണ്? 1 ആണ്. ഇതിനെ രണ്ട് വശത്ത് സ്ക്വയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്ത് വരും? sin square theta plus cos square theta ആണ് ലെഫ്റ്റ് സൈഡ്, അവിടെ സ്ക്വയർ ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ എന്താണ്? 1, അതിനെയും സ്ക്വയർ ചെയ്യുന്നു. സോ ഇവിടെ a + b ഹോൾ സ്ക്വയർ ആയി. ഇതാണ് എൻ്റെ സ്ഥാനത്ത്, ഇതാണ് ബിൻ്റെ സ്ഥാനത്ത്. സോ a + b ഹോൾ സ്ക്വയർ എന്താണ്? a² + 2ab + b². സോ ഇവിടെ a² എന്ന് പറയുമ്പം a എന്ന് പറഞ്ഞാൽ sin square theta ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആയിട്ട് വരും അല്ലേ? അപ്പോൾ sin raised to 4 theta വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2ab 2 into a നമ്മുടെ sin square theta ആണ്. സോ 2 sin square theta into cos square theta
plus b square. b then cos square theta. So b square will be cos raised to 4 theta is equal to 1. And now just see, it becomes, ഇപ്പോൾ നിങ്ങൾക്ക് sin raised to 4 theta plus cos raised to 4 theta ഇവിടെ നിർത്തുക. റൈറ്റ് സൈഡ് ഇവിടെ 1 ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുപോവുക. അപ്പോൾ sin raised to 4 theta plus cos raised to 4 theta is equal to what? 1 minus 2 sin square theta cos square theta എന്ന് കിട്ടും. ഓക്കെ, sin raised to 4 theta plus cos raised to 4 theta. I repeat, sin raised to 4 theta plus cos raised to 4 theta is equal to 1 minus 2 sin square theta cos square theta എന്ന് കിട്ടി. ഇതെന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിലാക്കി എഴുതി വെച്ചു? കാരണം നമുക്ക് പ്രൂഫിൽ ഒരു sin raised to 4 theta plus cos raised to 4 theta വേണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു sin raised to 4 theta plus cos raised to 4 theta ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഇനി വേണമെങ്കിൽ. അതൊന്നും ആ ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന ഇതാണ്. വീണ്ടും ഞാൻ ഐഡൻറ്റി ഒന്നും കൂടെ എഴുതുന്നു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. ഇനി രണ്ട് വശത്തും സ്ക്വയർ ആണല്ലോ നേരത്തെ ചെയ്തത്, ഞാൻ രണ്ട് വശത്തും ക്യൂബ് ചെയ്യാൻ പോവാണ്. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഓൾ ക്യൂബ് ഈസിക്കൽ ടു റൈറ്റ് സൈഡിലും ക്യൂബ്. ടേക്ക് ക്യൂബ് ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിൻ്റെ ഫോർമാറ്റിലായി. ഇതൊരു എ, ഇതൊരു ബി. സോ എന്താണ്? എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്നുള്ളൊരു ഫോർമാറ്റിലോട്ട് വന്നു. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്താണ്? പറയൂ. എ ക്യൂബ് പ്ലസ് 3a square b plus 3ab square plus b cube. This is the identity for a plus b all cube. a cube plus 3a square b plus 3ab square plus b cube. അതിൽ നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? ആദ്യം എ ക്യൂബ്, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ക്യൂബ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ആണല്ലോ. എ ക്യൂബായി പ്ലസ് 3a സ്ക്വയർ ബി. സോ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ 3a സ്ക്വയർ അല്ലേ? ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ, അതുപോലെ തന്നെ 3ab സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ, ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ. സോ എ ബി സ്ക്വയറാണ്, അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ സ്ക്വയർ പ്ലസ് ബി ക്യൂബാണ് വരുന്നത്. ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ, സോ കോസ് സ്ക്വയർ തീറ്റ ഓൾ ക്യൂബ് ശരിക്കും 1 ക്യൂബ് എന്നാണ്, അത് 1 വരും. നിങ്ങളിത് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. ഇത് സൈൻ സ്ക്വയർ തീറ്റ ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈൻ റൈസ് ടു 2 × 3 6 ആണ്. സൈൻ റൈസ് ടു 6 തീറ്റ. ഇവിടെ നിങ്ങൾ നോക്കുക, 3 ഇൻറ്റു സൈൻ റൈസ് ടു 4 തീറ്റ വരും ഇവിടെ, പിന്നെ കോസ് സ്ക്വയർ തീറ്റ അതുപോലെ, പ്ലസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ അതുപോലെ എഴുതിയിട്ട് കോസ് സ്ക്വയർ തീറ്റ ഓൾ സ്ക്വയർ എന്ന് വെച്ചാൽ കോസ് റൈസ് ടു 4 തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഓൾ ക്യൂബ് എന്ന് വെച്ചാൽ കോസ് റൈസ് ടു 6 തീറ്റ ഇസ് ഈക്വൽ ടു 1 വരും. നിങ്ങളിവിടെ നോക്കുക, ഈ സൈൻ റൈസ് ടു 6 തീറ്റ പിന്നെ ഈ കോസ് റൈസ് ടു 6 തീറ്റ, അത് രണ്ട് ഞാൻ അടുപ്പിച്ച് എഴുതാൻ പോകണം. കാരണം എനിക്കൊരു പ്രൂഫിൽ നമുക്കൊരു സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ എന്നുള്ള ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഒരുമിച്ച് എഴുതുന്നു. സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ, ആ രണ്ട് ടൈം. ഈ ഒരു ടൈമും ഈ മൊബൈൽ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ എഴുതി, അതിടയ്ക്ക് ഫോക്കസ് ചെയ്യണം. അതിൻ്റെ ഫോക്കസ് ഔട്ടാവും ചില സമയത്ത് ക്യാമറയിൽ നിന്ന്, അപ്പോൾ അത് ഫോക്കസ് ചെയ്യണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സാരമില്ല, നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചു തന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ പണി എനിക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. നല്ല മാർക്ക് മേടിക്കേണ്ടാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ. സോ സൈൻ റൈസ് ടു 6 തീറ്റ ഞാൻ ആദ്യം എഴുതി, പിന്നെ ലാസ്റ്റ് ടൈം ആയിട്ടുള്ള കോസ് റൈസ് ടു 6 തീറ്റ രണ്ടാമത് എഴുതി. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കി, ഇവിടെ രണ്ട് ടൈംസ് ഉണ്ടല്ലോ. ഈ രണ്ട് ടൈമിലും കൂടെ ഏതാണ് കോമൺ? രണ്ട് ടൈമിലും 3 കോമൺ ആണ്. പിന്നെ രണ്ടിലും സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഇതാ ഇതിൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടല്ലോ, സൈൻ റൈസ് ടു 4 തീറ്റയിൽ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. പിന്നെ കോസ് സ്ക്വയർ തീറ്റയിലും കോസ് റൈസ് ടു 4 തീറ്റയിലും കോസ് സ്ക്വയർ തീറ്റ കോമൺ ആണല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ രണ്ടിലും കൂടെ കോമൺ ആണ്. ഇതിൽ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഔട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിലൊരു സൈൻ സ്ക്വയർ തീറ്റ ബാക്കി ഉണ്ടാവും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലസ് ഇതിലൊരു 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഔട്ട്സ് എടുത്താൽ ബാക്കി ഇതിലൊരു കോസ് സ്ക്വയർ തീറ്റ വരും. ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് വരിക. 1 ഈ 1 ഇത് 1. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റ. ഞാൻ മാത്രം ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നു, ബാക്കി ടൈംസൊക്കെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ എന്താവും? ഇത് 1 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. അപ്പോൾ എന്താവും? ഇവിടെ 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ മാത്രമല്ലേ, അത് റൈറ്റ് സൈഡിലോട്ട് പോയി എന്താവും? 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇപ്പോൾ നമുക്ക് വേണ്ട രണ്ടാമത്തെ എന്താണ്? സൈൻ റൈസ് ടു 6 തീറ്റ പ്ലസ് കോസ് റൈസ് ടു 6 തീറ്റയ്ക്കും ഒരു എക്സ്പ്രഷനായി 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. This is the only method which I know. If you know any other method, you can share in the WhatsApp group. No problem in that. Okay, you can directly share the method in the WhatsApp group.
അതർവൈസ് ഇൻഫോം മീ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൂവ് ചെയ്യേണ്ട ഭാഗത്തോടെ നമ്മൾ പോകുന്നു. നമുക്ക് ഈ സാധനം 0 എന്ന് പ്രൂവ് ചെയ്യലാണ് നമുക്ക് വേണ്ടത് അല്ലേ. 2 ഇൻറ്റു sin raised to 6 theta plus cos square theta minus 3 into sin raised to 4 theta plus cos raised to 4 theta plus 1 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ 2 ഇൻറ്റു വാട്ട് ഈസ് sin raised to 6 theta plus cos raised to 6 theta? അത് നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചു. 1 minus 3 sin square theta cos square theta ആണ്. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 3 ഇൻറ്റു sin raised to 4 theta plus cos square theta നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത്? 1 minus 2 sin square theta cos square theta ആണ്. പിന്നെ +1, ഇതാ ഈ +1 അതുപോലെ +1. ക്ലിയർ? ഇത് നമ്മൾ ഉള്ളോട്ടെടുക്കുക. 2 ഇൻറ്റു ഇതും ഉള്ളോട്ടെടുത്ത് കഴിഞ്ഞാൽ 2 minus 6 sin square theta cos square theta ആവും. മനസ്സിലായിക്കൊള്ളാം. ഇത് -3 ഉള്ളോട്ടെടുത്ത് കഴിഞ്ഞാൽ -3 + 6 sin square theta cos square theta ആവും. +1 വരും. ഇവിടെ നോക്കിയാൽ -6 sin square theta cos square theta +6 sin square theta cos square theta ക്യാൻസലായി. 2 - 3 -1 ആണ്. -1 + 1 is 0. Final result we will get as 0. Moving to the next. ഈ ക്വസ്റ്റ്യൻ ഒരു കുട്ടി കൊണ്ടുവന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തൊരു ചിരി വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാരണം താൻ കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു ചിരി. Find the sum of 11 terms of an AP whose middle term is 30. Find the sum of 11 terms of an AP whose middle term is 30. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ 2 വാക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. ദ സം ഓഫ് 11 terms of an AP നമ്മൾ കണ്ടുപിടിക്കണം. അതായത് we are supposed to calculate S11. Okay, we need to calculate S11. Sum of 11 terms of an AP ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സം ഓഫ് 11 terms മീൻസ് സം ഓഫ് n terms എന്ന് പറഞ്ഞാൽ SN ആണെങ്കിൽ സം ഓഫ് 11 terms S11 we must calculate. വാട്ട് ഈസ് ഗിവൺ? അതായത് ഇറ്റ്സ് മിഡിൽ ടേം ഈസ് ഗിവൺ. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 30 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ A1 A2 A3 A1 ഫസ്റ്റ് ടൈം A2 സെക്കൻഡ് ടൈം A3 ഫോർത്ത് ടൈം ഒക്കെ ആണെങ്കിൽ അത് എത്ര ടേംസ് ഉണ്ട്? A11 വരെയുള്ള ടേംസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഇൻഡയറക്റ്റ്ലി. ഫൈൻഡ് ദ സം ഓഫ് 11 terms of an AP. അപ്പോൾ 11 ടേംസ് ആണ് എ പിയിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഫൈൻഡ് ദ സം ഓഫ് 11 terms of an AP എന്ന് പറഞ്ഞാൽ 11 ടേംസ് ആണ് എ പിയിലുള്ളത്. സോ A1 A2 A3 എക്സെട്ര A11 11ാമത്തെ ടൈം ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മിഡിൽ ടേം ആണ് അവരെന്തെന്ന് പറഞ്ഞേക്കുന്നത്? 30 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇതിൻ്റെ മിഡിൽ ടൈം എന്താണെന്ന് പറഞ്ഞേക്കുന്നത് 30. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് S11 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താ ഉള്ളത്? എത്ര എ പി ഉണ്ട്? അല്ലെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ടൈംസ് ഈ എ പിയിൽ? 11. ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഫൈൻഡ് ദ സം ഓഫ് 11 terms of an AP എന്ന് പറഞ്ഞാൽ ഇതിൽ 11 ടൈം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ടേംസ് എന്ന് വിചാരിക്കുക. അതിൻ്റെ മിഡിലായിട്ടുള്ള ടൈം 30 തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ 11 ആണ്. അതായത് എന്താണ്? 11 എന്ന് പറഞ്ഞാൽ ഓഡാണ് ഈവനാണ്? ഓഡ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണെങ്കിൽ മിഡിൽ ടൈം അഥവാ മീഡിയൻ എന്തായിരിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇഫ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ് ദെൻ ദ മിഡിൽ ടൈം ഓർ മീഡിയൻ. ഓക്കെ, നമുക്ക് എന്തെന്ന് പറയാം? മീഡിയനെ നമുക്ക് മിഡിൽ ടൈം എന്നും പറയാം. മിഡിൽ ടൈം ഓർ മീഡിയൻ വിൽ ബി ഈക്വൽ ടു വാട്ട്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ, ഐ റിപ്പീറ്റ്, ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ് ദെൻ ദ മീഡിയൻ ഓർ മിഡിൽ ടൈം വിൽ ബി ഈക്വൽ ടു വാട്ട്? വിൽ ബി ഈക്വൽ ടു ദ n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും. n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ. ഐ റിപ്പീറ്റ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ മീഡിയൻ അഥവാ മിഡിൽ എന്ന് പറയുന്നത് n+1/2 അല്ല, n+1/2ാമത്തെ ഒബ്സർവേഷൻ ആയിരിക്കും. ഇനി ഇഫ് n ഈസ് ഈവൻ ആണെങ്കിലോ മീഡിയൻ ഓർ മിഡിൽ ടൈം വിൽ ബി ഈക്വൽ ടു ദ n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 + 1. n+1/2 അല്ല, n/2 + 1 ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ n/2ാമത്തെ ഒബ്സർവേഷൻ, അതായത് ഇപ്പം 6 ആണെന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് ഒബ്സർവേഷൻ 6 ആണെന്ന് വിചാരിക്കുക, 6 ഈവൻ 6 ആണെങ്കിൽ എന്ത് വരും? n/2th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 6/2th ഒബ്സർവേഷൻ, അതായത് 3th അഥവാ 3rd ഒബ്സർവേഷൻ പ്ലസ്
n by 2 plus 1 6 by 2 എന്ന് വെച്ചാൽ 3 plus 1 4. അതായത് തേർഡ് ഒബ്സർവേഷൻ പ്ലസ് ഫോർത്ത് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും മീഡിയൻ. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ്? ഓഡാണ്. സോ മിഡിൽ ടേം 30 എന്ന് പറയുമ്പം ഹിയർ n is equal to 11 ഓഡാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണെങ്കിൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? അഥവാ മിഡിൽ ടൈമിൻ്റെ വേറൊരു പേരാണ് മീഡിയൻ അഥവാ മിഡിൽ ടൈം നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണെങ്കിൽ എന്താ വരിക? n+1/2 ഒബ്സർവേഷൻ എന്നാണ് വരിക. അതായത് ഇവിടുത്തെ മിഡിൽ ടൈം 30 എന്ന് പറയുമ്പം ആ 30 എന്ന് പറഞ്ഞാൽ n+1/2 ഒബ്സർവേഷൻ ആയിരിക്കില്ലേ 30? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണെങ്കിൽ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ n+1/2 ഒബ്സർവേഷനാണ്. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണ്. അപ്പം ഇവിടുത്തെ മിഡിൽ ടൈം എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ ആയിരിക്കുമല്ലോ. അതല്ലേ 30 എന്ന് തന്നേക്കുന്നത്. അതായത് n+1/2 ഒബ്സർവേഷൻ ആണ് നമ്മുടെ മിഡിൽ ടൈം. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണ് ആയതുകൊണ്ട് ഇവിടുത്തെ മിഡിൽ ടൈം എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ ആണ്. ഇവിടുത്തെ മിഡിൽ ടൈം 30 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ n+1/2 ഒബ്സർവേഷൻ ആണ് 30 എന്ന് ചുരുക്കം. ക്ലിയർ? ഇനി മനസ്സിലായി? ഇനി ഞാൻ പറയില്ല. സോ ഹിയർ n ഈസ് നത്തിങ് ബട്ട് 11 നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ ഇറ്റ് ബിക്കംസ് n+1/2 ഒബ്സർവേഷൻ 30 എന്ന് പറഞ്ഞാൽ 11+1/2 ഒബ്സർവേഷൻ 11+1 12/2 6. അതായത് 6th ഒബ്സർവേഷനാണ് 30 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തവർ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തെങ്കിലും മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ 6th ഒബ്സർവേഷൻ 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? A6 അല്ലേ? 6th ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ 6ാമത്തെ ടേം എന്നർത്ഥം, അല്ലെങ്കിൽ 6 എന്നല്ല അർത്ഥം. 6ാമത്തെ ഒബ്സർവേഷൻ അതായത് A6. A1 ഒന്നാമത്തെ ഒബ്സർവേഷൻ അല്ലേ? A2 രണ്ടാമത്തെ ഒബ്സർവേഷൻ, A3 മൂന്നാമത്തെ ഒബ്സർവേഷൻ. സോ A6 ദാറ്റ് ഈസ് 6th ഒബ്സർവേഷൻ. സോ A6 ഈസ് 30. സോ വാട്ട് ഈസ് A6 സ്റ്റാൻഡ്സ് ഫോർ? A+5D = 30. ഇതാണ് അവർ ഇൻഡയറക്റ്റ്ലി പറഞ്ഞത്. അല്ലെങ്കിൽ മിഡിൽ ടൈം 30 എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം A+5D = 30 എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. സോ A+5D = 30 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതാണ് തന്നിരിക്കുന്ന ഗിവൺ മിഡിൽ ടൈം 30 എന്ന് പറയുമ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെത്തുന്ന എക്സ്പ്രഷൻ A+5D = 30 ആണ്. ഒന്നും കൂടെ പെട്ടെന്ന് പറയാം. ഇവിടെ ഇത് ഇത്രയേ ഉള്ളൂ. കുറേ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. മിഡിൽ ടൈം 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡാണ്. സോ മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ n+1/2 ഒബ്സർവേഷനാണ്. അതായത് n+1/2 ഒബ്സർവേഷനാണ് 30. അതായത് 6th ഒബ്സർവേഷനാണ് 30. n-ന് 11 ആണല്ലോ. 11 കൊടുക്കുമ്പോൾ 6th എന്ന് വരും. 12 12 6 ഒബ്സർവേഷനാണ് 30. അതായത് A6 30 ആണ്. അതായത് A+5D 30 ആണ്. ഇത് നമ്മളോട് ചോദിക്കുന്നത് S11 ആണ്. S11 എങ്ങനെ കണ്ടുപിടിക്കും? n/2 ഇൻറ്റു അല്ലേ 2a + n-1 × d ആണ് ഫോർമുല. സോ n ഈസ് 11. സോ 11/2 ഇൻറ്റു 2 × a. 2 × a. A മീൻസ് ഫസ്റ്റ് ടൈം മീൻസ് വാട്ട്? ഫസ്റ്റ് ടൈം ഒന്നും എനിക്കറിയില്ല, തന്നിട്ടില്ല. 2a + n-1 × d എന്ന് പറഞ്ഞാൽ n-1 10 ആണ് അല്ലേ? 11 ആണല്ലോ n മാത്രം നമുക്കറിയാം. 11 -1 10 a × d നമുക്കറിയില്ല, കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ. സോ ഇറ്റ് ബിക്കംസ് 11/2 ഇൻറ്റു ഈ രണ്ടിൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുക്കാം നമുക്ക്. അപ്പോൾ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ A+5D എന്ന് വരും. ആ 2 × 2 ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരും? 11 ഇൻറ്റു a. വാട്ട് ഈസ് A+5D? അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത് 30. സോ 11 × 30 വിൽ ഗിവ് യു ആൻസർ 330. Clear? 330. 330 is the answer. Moving to the last question in this video session. In triangle ABC, F is a point on BC. FP is drawn parallel to CA. So in triangle ABC, F is a point on BC. FP is drawn parallel to CA, meeting AB in P, and FE is drawn parallel to BA, meeting BAC at E. EP and CB when produced meet at D. We are supposed to prove that D square is equal to DB into DC. നിങ്ങൾക്ക് തോന്നുന്നു ഭയങ്കര ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. So this is the figure. ഇനി സപ്പോസ് ഫിഗർ ഇസ് നോട്ട് ഗിവൺ, ഹൗ വി ക്യാൻ ഡ്രോ ദ ഫിഗർ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പറ്റുന്ന പോലെയൊക്കെ. ആദ്യം നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെ നമ്മൾ നോക്കുന്നു. ലിസൺ. In triangle ABC,
ഒരു ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ ABC, അതാണല്ലോ ഫസ്റ്റ് ലൈൻ. എഫ് ഈസ് എ പോയിൻ്റ് ഓൺ BC. BCയിലൊരു പോയിൻ്റാണ് എന്ത്? എഫ്. ക്ലിയർ? ഇൻ ട്രയാങ്കിൾ ABC എഫ് ഈസ് എ പോയിൻ്റ് ഓൺ BC. അതിൻ്റെ അർത്ഥം എന്താ? BCയിലൊരു പോയിൻ്റാണ് എഫ്. അതിൽ കൂടുതൽ അർത്ഥമൊന്നുമില്ല. FP ഈസ് ഡ്രോൺ പാരലൽ ടു CA. അതായത് CA, ഈ CAക്ക് പാരലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണം, FP. ഓക്കെ, ഇപ്പം നോക്കി, ഇപ്പോൾ CAക്ക് പാരലായിട്ട് FP വന്നില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. മീറ്റിംഗ് AB ഇൻ P. ABയിൽ Pയിൽ മുട്ടുന്നു. കാര്യമില്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം FP പാരലൽ ടു CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്തായാലും ABയിൽ മുട്ടുമല്ലോ. അതിപ്പം ഈ FP വരയ്ക്കണം, P ABയിലായിരിക്കണം എന്നവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അത് ഇല്ലെങ്കിലും അത് AB തന്നെ മുട്ടുമെന്നുള്ളൊരു ഐഡിയ നമുക്ക് വരും. ഓക്കെ, ദെൻ FE ഈസ് ഡ്രോൺ പാരലൽ ടു BA. BAക്ക് പാരലായിട്ട് ശ്രദ്ധിക്കുക, BAക്ക് പാരലായിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? BAക്ക് പാരലായിട്ട് FE വരയ്ക്കണം. അപ്പോൾ BAക്ക് പാരലായിട്ട് FE വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. അതാണ് അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത്. മീറ്റിംഗ് AC അറ്റ് E എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? EPയും CBയും പ്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. EP ഇതാണ് കേട്ടോ EP. ഇതാണ് EP ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു അവർ. പിന്നെ അവരെന്താ പറഞ്ഞേക്കുന്നത്? EP പ്രൊഡ്യൂസ് ചെയ്ത് മതിയാകുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? CBയും കൂടെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുക. അപ്പോൾ രണ്ടും കൂടെ പോയിൻറ്റും ഒരു സ്ഥലത്ത് അങ്ങോട്ട് മുട്ടും. ദാറ്റ് പോയിൻ്റ് ഈസ് D. വി ആർ സപ്പോസ് ടു പ്രൂവ് ദാറ്റ്. സോ ഇതൊരു ട്രയാങ്കിൾ ആയിട്ടോ വരും ഇങ്ങനെ. ഓക്കെ, ഇതൊരു ട്രയാങ്കിളാണ് കേട്ടോ. അങ്ങനെ തന്നെ വരും, ഇതൊറ്റ സിംഗിൾ ട്രയാങ്കിളായിട്ടാണ് വരിക കേട്ടോ. സോ ഇതാണ് അതിൻ്റെ ഫിഗർ. വി ആർ സപ്പോസ് ടു പ്രൂവ് ദാറ്റ് DE സ്ക്വയർ ഈസ് ഈക്വൽ ടു DB ഇൻറ്റു DC. DV സ്ക്വയർ ഈസ് ഈക്വൽ ടു DB ഇൻറ്റു DC. ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക കേട്ടോ, പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് പ്രാവശ്യം പറയാൻ പറ്റില്ല, 1 മണിക്കൂർ ആവാറായി. DFE എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോകുന്നു. ക്ലിയർ? ബോൾഡായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. DFE എന്ന് പറയുന്ന DFE ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ക്ലിയർ? കൺസിഡർ ട്രയാങ്കിൾ DFE. ആ ട്രയാങ്കിളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ ട്രയാങ്കിൾ എന്നല്ല, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവണാണ്, FE ഏതിന് പാരലായിട്ടാണ് വരച്ചത്? ABക്ക് പാരലായിട്ടല്ല വരച്ചത് അല്ലേ? കറക്റ്റായിട്ടുണ്ട്. എന്താണ് FE എവിടെ? FE ഈസ് ഡ്രോൺ പാരലൽ ടു AB അല്ലെങ്കിൽ BA. FE നമ്മൾ ABക്ക് പാരലായിട്ടാണ് വരച്ചത്. അതായത് FE എന്ന് പറഞ്ഞാൽ EPക്കും പാരലായിട്ട് വരില്ലേ? FE ABക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FE എന്ന് പറഞ്ഞാൽ EPക്ക് പാരലായിരിക്കുമല്ലോ. അതെ, അതായത് FE എന്ന് പറയുന്ന ഈ ലൈനും പാരലാണ്. അപ്പോൾ നമുക്കവിടെ തേൽസ് തിയറം അപ്ലൈ ചെയ്തോടെ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ആ ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് വേറൊരു സൈഡുണ്ട്. ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ടൊരു വേറൊരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തേൽസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ? അതായത് ഒന്നുകൂടെ പറയുന്നു, ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് ഇങ്ങനെ ഈ സൈഡിന് പാരലായിട്ടൊരു ഒരു ലൈൻ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ABCDE, അതായത് ഈ ട്രയാങ്കിൾ ABCയിൽ BCക്ക് പാരലായിട്ട് D എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് തേൽസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്തെന്ന് പറയാം? AD/DB = AE/EC എന്ന് പറയാം. അത് തേൽസ് തിയറം അപ്ലൈ ചെയ്ത് പറയാം അല്ലേ? ഇനി തേൽസ് തിയറം തന്നെ, അതേ തേൽസ് തിയറത്തിൻ്റെ വേറൊരു വശവും കൂടെ ഞാൻ അന്ന് ട്രയാങ്കിൾ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. തേൽസ് തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ട്രയാങ്കിൾ ABCയിൽ BCക്ക് പാരലായിട്ട് D വന്നതുപോലെ ഉണ്ടെങ്കിൽ AD/DB = AE/EC എന്ന് എഴുതാനാണ് തേൽസ് തിയറം അഥവാ BPT അഥവാ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. എന്നോട് ഇന്നൊരു കുട്ടി ചോദിക്കേണ്ട, എന്താണ് സാർ BPT എന്ന്? ഞാൻ എത്രയോ പ്രാവശ്യം ആ വീഡിയോയിൽ തൊണ്ട കീറി പറഞ്ഞിട്ടുണ്ട് BPT എന്ന് പറയാമെന്ന്. ശരിക്കും അവനോടൊക്കെ നല്ല മറുപടി എൻ്റെ വായിൽ വന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു അധ്യാപകനും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വായിൽ വരുന്ന മറുപടി പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംശയം നിങ്ങൾ ചോദിക്കുമ്പം അത് ചോദിക്കുന്നത് ആ അധ്യാപകൻ ആ വിഷയം എത്രയോ പ്രാവശ്യം, ആ ഒരു പേര് എത്രയോ പ്രാവശ്യം ഉരുവിട്ട് പറഞ്ഞു തന്ന ഒരു അധ്യാപകനോടാണ് നിങ്ങളത് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ സംശയങ്ങൾ ചോദിക്കുക. ഇത് പബ്ലിക്കായിട്ടാണ് ഈ വീഡിയോ പോകുന്നത്. ഈ വീഡിയോ പബ്ലിക്കായിട്ട് പോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ രീതിയിൽ സംസാരിച്ചു, അങ്ങനെ ഷിബിൻ സാറ് സംസാരിക്കാൻ പാടുമോ, അങ്ങനെ പാടില്ലായിരുന്നോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് പറയുക, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒറ്റ മറുപടി ഉള്ളൂ. കാരണം എനിക്ക് ആ കുട്ടിയെ സംശയം ചോദിച്ചപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയാനാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ചോദിക്കരുത്. BPT എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. തെയിൽസ് തിയറത്തിൻ്റെ വേറൊരു പേരാണ്. ലിസൺ, ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു തെയിൽസ് തിയറം എങ്ങനെയാണ്, ഒരു ട്രയാങ്കിൾ ഒരു സൈഡിന് പാരലായിട്ട് വേറൊരു ഒരു ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ പറയുന്ന കാര്യമാണ് AD/DB = AE/EC. അതൊന്ന്. ഇനി അതാണ് തെയിൽസ് തിയറം വെച്ച് പറയാൻ പറ്റുന്നത്. എന്താണ് തെയിൽസ് തിയറം വെച്ച് പറയാൻ പറ്റുന്നത് ഈ കേസിൽ? AD/DB = AE/EC. അതൊന്ന്. ഇനി വേറൊന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ AD/DB = AE/EC എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിന് പകരം AD/AB = AE/AC എന്നും പറയാം. അത് തെയിൽസ് തിയറത്തിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. തെയിൽസ് തിയറം അനുസരിച്ച് ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് ഉള്ളിലൊരു ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് AD/DB = AE/EC എന്ന് പറയാം. അതിന് തന്നെ വേറൊരു രീതിയിൽ, അതിന് വേറൊരു ആപ്ലിക്കേഷനാണ്, നമ്മളന്ന് പ്രൂവ് ചെയ്യുന്നത്. അതിന് കറക്റ്റ് പ്രൂഫ് ഉണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. തെയിൽസ് തിയറം വെച്ചിട്ട് തന്നെ AD/AB = AE/AC എന്നും പറയാം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതേ പഠിച്ച പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി ഈ ട്രയാങ്കിൾ DFE എന്ന് പറയുന്ന ബോൾഡായിട്ട് മാർക്ക് ചെയ്ത ട്രയാങ്കിളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഈ ട്രയാങ്കിളിൽ ഒരു സൈഡാണ് FE, അതിന് പാരലായിട്ടൊരു സൈഡ് ഒരു ലൈൻ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും? DB/BF = DP/PE എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ DB/DF = DP/DE എന്ന് പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സോ ബൈ BPT അഥവാ തെയിൽസ് തിയറം വാട്ട് വി ക്യാൻ സേ DB/DF അങ്ങനെയാണ് ഞാൻ എഴുതുന്നത് DP/DE. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരയ്ക്കാം. വേറൊരു ഇങ്ക് കൊണ്ട് വരയ്ക്കാം, ഗ്രീൻ കൊണ്ട് വരയ്ക്കാം. ഈ ഒരു ഗ്രീൻ ട്രയാങ്കിൾ എടുക്കാം. ഈ ഒരു ഗ്രീൻ ട്രയാങ്കിൾ നേരത്തെ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ അല്ല, ഈ ഒരു ഗ്രീൻ ട്രയാങ്കിൾ എടുക്കാം. ആ ഗ്രീൻ ട്രയാങ്കിൾ ഒരു സൈഡാണല്ലോ EC, അതിന് പാരലല്ലേ FP. കാരണം എന്താ, ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് FP ഡ്രോൺ പാരലൽ ടു AC, അതുകൊണ്ട് FP വിൽ ബി പാരലൽ ടു EC ആയിരിക്കും. അപ്പോൾ നോക്കി, ആ ഗ്രീൻ ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ട് FP വന്നുകൊണ്ട് അവിടെയും നമുക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്തൂടെ? തെയിൽസ് തിയറം അനുസരിച്ച് എന്താ പറയുക, DF/FC = DP/PE അഥവാ DF/DC അല്ലേ. സോ ഇൻ ട്രയാങ്കിൾ, നല്ല സ്റ്റെപ്പൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതണം കേട്ടോ. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നത് ഇൻ ട്രയാങ്കിൾ DC ബൈ തെയിൽസ് തിയറം വാട്ട് വി ക്യാൻ സേ നിങ്ങൾ നോക്കുക, പാരലൽ ലൈൻ ഇവിടെ ഏതാണ്, ഇവിടുത്തെ ട്രയാങ്കിൾ ഒരു സൈഡാണ് ഇത്, അതിന് പാരലായിട്ട് ഇതാണ്. ആ സൈഡ് വെച്ചിട്ട് റേഷ്യോ എഴുതണം കേട്ടോ. DF/FC എന്നാണ് ശരിക്കും എഴുതേണ്ടത്. ഞാൻ അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞൊരു മോഡിഫിക്കേഷൻ ഉണ്ടെന്ന് DF/DC എന്ന് എഴുതാം. DF/DC will be equal to what? DP/DE. Second. Then comparing first and second. In view of first and second, RHS സെയിം ആണ്. DP/DE ആണ്, ഇവിടെ DP/DB ആണ്. അപ്പം LHS സെയിം ആയിട്ട് വരും. DB/DF = DF/DC. മോൻ കരയുന്നുണ്ട്, പോയി നോക്കുന്നുണ്ട് തൽക്കാലം, കാരണം ഇതൊന്ന് തീർക്കട്ടെ. സോ DB/DC മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DB/DC will be equal to DF/DF square. So this is the thing which I have to prove. See, DE square is equal to DB/DC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടി, അയ്യോ, DF സ്ക്വയർ എന്നാണ് നമുക്ക് വന്നത്. DF ഇവിടെ എന്താണ് DE
സോ ഇവിടെ നമുക്ക് ഡി എഫ് സ്ക്വയർ എന്നാണ് തോന്നുന്നു ക്വസ്റ്റ്യൻ. ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. നമുക്ക് പ്രൂഫ് കിട്ടിയതിപ്പോൾ അങ്ങനെയാണല്ലോ. സോ ദിസ് ഈസ് എ പ്രൂഫ്. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞു. യു മേ അണ്ടർസ്റ്റുഡ് ദ പ്രൂഫ് വെൽ നോ. സോ താങ്ക്സ് ഫോർ സ്റ്റേയിങ് വിത്ത് മീ. സൗകര്യമുള്ളവർ കാണാം. താങ്ക് യു. അവർ കണ്ടെന്ന് വിചാരിക്കുന്നു.